ഹൈഡ്രോളിക് ക്ലച്ച് പറഞ്ഞ വണ്ടികൾക്ക് എന്തൊക്കെ കാരണങ്ങളുണ്ട് ക്ലച്ച് ഫെയിലിയർ വരാമെന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഹൈഡ്രോളിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലച്ച് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എന്ത് കംപ്ലൈൻറ്റൊക്കെ വരാമെന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അതായത് മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയും, MC. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറുത്ത ഹോസിലോട്ട് നമ്മളെ ക്ലച്ചിൻ്റെ ഫ്ലൂയിഡ് ഇതിലൂടെ കയറാത്തി നിൽക്കും കേട്ടോ. നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഇതിനെ തള്ളി കൊടുക്കും. ആ സമയത്ത് ഇവിടുന്ന് ഒരു പ്രഷർ ബിൽഡായിട്ട് നേരെ ഗിയർ ബോക്സിൻ്റെ അവിടെ ആയിട്ട് ഒരു ക്ലച്ച് സ്ലീവ് ആണ്. ആ സ്ലീവിനെ തള്ളി കൊടുക്കുമ്പോഴാണ് ക്ലച്ച് അപ്ലൈ ആവുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞത്. ഒന്ന് ഇതേപോലെ മാസ്റ്റർ സിലിണ്ടറും ക്ലച്ച് സ്ലീവും. ഈ രണ്ട് ഐറ്റംസാണ് നമ്മുടെ ഹൈഡ്രോളിക് ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൂയിഡ് ലീക്ക് ആകുമ്പോഴത്തേക്ക് ക്ലച്ചിൻ്റെ ഫ്ലൂയിഡ് ഒന്നിരുന്നാൽ ഇതിൻ്റെ ഓറിങ്ങിൻ്റെ ഇടയിൽ കൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓറിങ്ങിൻ്റെ ഇടയിൽ കൂടെയോ, അല്ലാതുണ്ടെങ്കിൽ മെറ്റൽ പൈപ്പാണ് വന്നത്, ആ മെറ്റൽ പൈപ്പിൻ്റെ തുരുമ്പുകൊണ്ട് പൊട്ടിപ്പോവുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ക്ലച്ച് ഫെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് കണ്ടില്ലേ, ഈ സൈഡിൽ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ക്വാളിറ്റി മോശമായിട്ടോ കേട്ടോ. നമ്മൾ എങ്ങനെ പോയാലും ഒരു 30,000 കിലോമീറ്ററിൽ ഇതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡും അതേപോലെ തന്നെ ക്ലച്ച് ഫ്ലൂയിഡും നമ്മൾ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിനകത്ത് അഴുക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഓറിങ്ങിനാണ് ഇത് ഹൈഡ്രോളിക്കലി വർക്കാവുന്നത്. അപ്പോൾ ഓറിങ് കംപ്ലൈൻ്റ് ആയി ഇതേപോലെ ക്ലച്ച് ഫെയിലിയർ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിതൊരു ഇൻഫർമേഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് കമൻറ്റായിട്ട് ഇട്ടിരുന്നാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന വീഡിയോകളിലൊക്കെ അത് നമ്മൾ പരിഹരിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ.